ഹലോ, ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് വീനൊക്കെ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇതിൽ ഒരു സ്മോൾ മീഡിയം ആ സൈസിലൊക്കെ ഉള്ള ഒരാളുടെ മെഷർമെൻറ്റാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിവിടെ നെക്ക് വിഡ്ത്ത് 3ഉം നെക്ക് ലെങ്ത്ത് 5.5 ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്യുമ്പം അതിലൊരു 4 ഇഞ്ചും കൂടി കൂട്ടി മാർക്ക് ചെയ്യണം. ഇപ്പോൾ നെക്ക് വിഡ്ത്ത് ഇതിൽ 3.4 3.2 ആണ് എടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് ഒരു ഇഞ്ചും കൂടി ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു മാർക്കിംഗ് കൂടി കൊടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നെക്ക് അടയാളപ്പെടുത്തതിന് മുകൾ ഭാഗത്തായിട്ടൊരു ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യണം നമുക്ക്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നെക്ക് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് വീതി കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ യോക്ക് പാർട്ട് ലൈനിങ് പാർട്ടും നല്ല ഭാഗവും രണ്ടും തമ്മിൽ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ക്യാൻവാസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ആദ്യം ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചാൽ ആ ഒരു ക്ലോത്തിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്തായിട്ടും 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ രണ്ട് സൈഡും മടക്കി വെച്ചിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നെക്കിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാൻവാസിൽ നെക്കിൻ്റെ വിടുത്തൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് ക്യാൻവാസ് കിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു രണ്ടിൻ്റെയും ആ ഒരു മടക്ക് ഭാഗത്തായിട്ട് നന്നായിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പ്രസ് അടിയൊന്നും കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും ക്യാൻവാസൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈനിങ്ങിലേക്ക് ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ലൈനിങ്ങിലേക്ക് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് ഒരു സ്റ്റിച്ചും കാണില്ല. അങ്ങനെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീനക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.